നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം പ്രയത്നിക്കുകയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ 2026 ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കുക എന്ന സങ്കല്പത്തോടുകൂടി തന്നെ ഭൂമി അന്വേഷിക്കുവാനും തൃപ്തികരമായിട്ടുള്ള ഭൂമി കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും യോഗമുണ്ട്. ഒരു പക്ഷെ മാസം തോറും ഒരു നിശ്ചിത സംഖ്യ കൊടുത്ത് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്തും കൊണ്ട് അത് ഭൂമി രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പാരമ്പര്യ വിജ്ഞാനവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കുവാനിടയുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മക്കളോടൊപ്പം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും തണുപ്പ് വളരെ കൂടുതലുള്ള രാജ്യമായതുകൊണ്ട് സമശീതോഷ്ണ പ്രദേശത്തിലേക്ക് മാറുവാനോ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുവാനോ അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ എല്ലാം വളരെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളെല്ലാം സഹപ്രവർത്തകരെയും ചിലത് കീഴ് ജീവനക്കാരെയും ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരു പക്ഷേ ഇതിന്റെ വെളിച്ചത്തിൽ ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാനുള്ള അവസരം ഉടമസ്ഥരിൽ നിന്നും വന്നു ചേരുന്നത് വഴി അതിനുവേണ്ടി തയ്യാറാകുവാനും അതിനൊരു ദീർഘകാല പദ്ധതികളുടെ കരട് രൂപം സമർപ്പിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കും. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങളെ പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ദമ്പതികളിൽ ഒരാൾക്ക് സ്ഥാനക്കയറ്റത്തോടുകൂടിയതായിട്ടുള്ള മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി കിട്ടുവാനോ അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥാപനത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പട്ടണത്തിലേക്ക് മാറുവാനോ അവസരമുണ്ടാകും. ഒരു പക്ഷേ മെയ് മാസത്തിന് ശേഷമേ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ തത്തുല്യമായിട്ടുള്ള ശമ്പളത്തോടു കൂടിയതാണ് എങ്കിലും നല്ല സ്ഥാപനത്തിലേക്ക് മാറുവാനുള്ള അവസരം ഉണ്ടാകുന്നത് മെയ് മാസത്തിനുള്ളിൽ തന്നെ സ്വീകരിക്കാൻ തീരുമാനിക്കും. വിധിയെ കുറ്റം പറയാതെ അഹോരാത്രം പ്രവർത്തിക്കാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുമുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. വിഷയ അവതരണത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പഠിച്ചും കൊണ്ട് അവതരിപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ എല്ലാം ഭംഗിയായിട്ട് പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അവസരം വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ അവഗണിക്കപ്പെട്ട പലരും പരിഗണിക്കപ്പെടുവാനും അംഗീകാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പിന്മാറേണ്ടതാണ്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. സാംക്രമിക രോഗങ്ങളുടെ പകർച്ചവ്യാധിയെ പിടിപെടുവാനിടയുള്ളത് കൊണ്ട് ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ 3-4 മാസമായിട്ട് കാർഷികമായിട്ടുള്ള മേഖലയിൽ അനുകൂലമായുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി അതിന് തക്കവണ്ണം എല്ലാ കാര്യങ്ങളിലും ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും വിപരീതമായി തീരുന്ന പലരും അനുകൂലമായി തീരുവാനിടയുണ്ട്. പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം, ജോലി ഉപേക്ഷിക്കാതെ തന്നെ പുതിയ പാഠ്യപദ്ധതിക്ക് അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാൻ അവസരം വന്നു ചേരും. കല, കായികം, സാഹിത്യം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ
സംഗീതം, നൃത്തം മുതലായവ അഭ്യസിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കാര്യങ്ങളെല്ലാം പഠിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനും, ഹ്രസ്വകാല കരാർ ജോലികളായിരിക്കാം, ഒരുപക്ഷെ 3-4 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളാണെങ്കിൽ അത് സ്വീകരിക്കുവാനും, വേറെ ചിലർക്ക് 2026 ഒടുവിൽ 2027 ആദ്യത്തിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ പോലും ഏറ്റെടുക്കുവാനും അവസരം ഉണ്ടാകും. വാത നാഡീരോഗ പീഡകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും ചിലപ്പോൾ ചില മരുന്നുകളൊക്കെ കഴിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഉഷ്ണ മൂത്രാശയ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. അപ്രതീക്ഷിതമായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ഉദ്യോഗം നഷ്ടപ്പെടുവാനിട വരുമെങ്കിൽ പോലും മെയ് മാസത്തിനുള്ളിൽ തന്നെ മറ്റൊരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ജീവിതമാർഗത്തിന് പുതിയതായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി മനസ്സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിട വരുമെങ്കിൽ പോലും സുതാര്യതയുള്ള സമീപനത്താൽ എല്ലാ വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങളാണെങ്കിൽ പോലും പ്രായോഗിക വശമായിട്ട് ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യത കാണുന്നുണ്ട്. ദേഹക്ഷീണം പല പ്രകാരത്തിലും വന്നു ചേരുകയും വിദഗ്ധമായുള്ള നിർദ്ദേശം വൈദ്യപരിശോധനയൊക്കെ നടത്തി ഈ സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം ഒരുപക്ഷെ യാത്രകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജോലി ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള സ്വസ്ഥതക്കേടുകളും സമാധാനക്കേടുകളും ഉണ്ടാകുമെങ്കിൽ പോലും അതൊന്നും തന്നെ കുടുംബജീവിതത്തെയോ തൊഴിലിനെയോ ബാധിക്കാത്തൊരവസ്ഥ വന്നു ചേരുവാൻ ഒരുപക്ഷെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും മിതത്വമുള്ള സമീപനവും ഗുണകരമായി തീരുവാനും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കോ സർവാത്മന സഹകരിക്കുവാനുള്ള ആത്മാർത്ഥന്റെ സുഹൃത്തിന്റെ നിർദ്ദേശം സ്വീകരിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും ഇടവരും. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുവാനും ഒരുപക്ഷെ അതിന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ചില സാഹചര്യങ്ങളെ കൊണ്ട് വിദേശയാത്ര 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിൽ തന്നെ തൃപ്തികരമാകും വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് നിയമസഹായം തേടുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം മാനിച്ചുകൊണ്ട് പരസ്പര വിശ്വാസത്തോടുകൂടി തന്നെ ഭൂമി കൈമാറുവാനോ അല്ലെങ്കിൽ പങ്കുവെക്കുവാനോ അല്ലെങ്കിൽ രേഖാപരമായിട്ട് അത് ഭാഗം വയ്ക്കുവാനോ ഉള്ള അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനും യോഗമുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയതായിട്ടുള്ള ആശയങ്ങൾ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി
കഴിഞ്ഞ 6-7 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടായിരുന്നു. ഈ ഒരു പാത തുടരുവാനും ആധുനിക സംവിധാനം അവലംബിക്കുവാനും തീരുമാനിക്കും. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കും. ചിലതെല്ലാം കണ്ടെത്തുമെങ്കിലും വാസ്തുശാസ്ത്രപ്രകാരം തൃപ്തികരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ഗ്രഹസമുച്ചയത്തിലെ ഗ്രഹം കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്വല്പം ആശങ്ക വർദ്ധിക്കുമെങ്കിൽ പോലും അന്തിമമായിട്ട് ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് ഒരുപക്ഷെ മെയ് മാസത്തിൽ തയ്യാറാവുന്ന ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് ആത്മവിശ്വാസത്തോടുകൂടി പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ എഴുതുവാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പ്രയത്നിക്കുകയും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നിവർത്തിക്കുകയും പൊതുജന ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രയത്നിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നത് ഗുണകരമായി തീരുവാൻ യോഗമുണ്ട്. വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രേഖാപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഇത്രയും കാലത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായ അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. അർപ്പണ മനോഭാവത്തോടു കൂടിയതായുള്ള പ്രവർത്തന ശൈലിക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. വ്യത്യസ്തവും വിവിധമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നത് വഴി പലപ്പോഴും പല ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള നിക്ഷേപ സമാഹരണ യജ്ഞം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മേലധികാരികളെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല പ്രകാരത്തിലും അസുഖങ്ങൾ വർദ്ധിക്കുവാനും വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്തുവാനും, എന്നാൽ ജീവിതശൈലി രോഗങ്ങളാണ്, രക്തത്തിലെ അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം ചികിത്സാ രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ ഇടവരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കുന്നതിനാൽ പല വിധത്തിലുള്ള സാംക്രമിക രോഗങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വ്യർത്ഥമായിട്ടുള്ള വ്യാമോഹങ്ങളെ അതിജീവിക്കുവാനായിട്ട് മിതത്വമുള്ള സമീപനം, ഗുരുകാരണവന്മാരുടെ നിർദ്ദേശങ്ങൾ എന്നിവ സ്വീകരിക്കാനിടവരും. ഉത്തരവാദിത്വങ്ങൾ കുറവുള്ള ജോലിക്കാരെ പിരിച്ചുവിടുവാനും അതിൽ തന്നെ ദീർഘവീക്ഷണമില്ലാത്ത പലരെയും വിദഗ്ധമായുള്ള നിർദ്ദേശം അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുവാനുമുള്ള അവസരം വന്നു ചേരും. പരസ്പര ബന്ധമില്ലാത്ത സൗഹൃദ ബന്ധത്തിൽ നിന്ന് പിന്മാറുവാനോ സുതാര്യതയോ ഇല്ലാത്ത സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുവാനോ ഉള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് യുക്തിപൂർവമുള്ള സമീപനം അനുവർത്തിക്കുന്നതും അവലംബിക്കുന്നതും ഗുണകരമായി തീരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ആധുനിക സംവിധാനം അവലംബിക്കുവാൻ സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമായി തീരും എന്ന സങ്കല്പവും ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കാം എന്ന ധാരണയോടുകൂടിയും പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കും. വിമർശനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും കാര്യകാരണങ്ങളെല്ലാം സമർപ്പിക്കുന്ന പക്ഷം, ധരിപ്പിക്കുന്ന പക്ഷം ഈ വിമർശനങ്ങളെല്ലാം തന്നെ നിഷ്പ്രയാസം അതിജീവിക്കുവാൻ സാധിക്കും. സ്വാർത്ഥ താല്പര്യം മറന്ന് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ദേഹത്തിന്റെ അവസ്ഥകളൊക്കെ കണക്കാക്കിക്കൊണ്ടും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്തുക എന്ന സങ്കല്പത്തോടുകൂടി ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റു ചില പാഠ്യപദ്ധതികളൊക്കെ ചേരുവാൻ അവസരം വന്നു ചേരും. പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം ഉണ്ടാകുന്നത് വളരെ ഗുണകരമായി തീരും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്.
മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും സ്വന്തം നിലപാടിൽ നിന്നും പിന്മാറാതെ യുക്തിരഹിതമായിട്ട് യുക്തിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് 10 മാസമുള്ള നാട്ടിൽ നിന്ന് വന്നവർക്ക് മറ്റു ചില ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ ശമ്പളമെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും ജീവിതം നിലനിർത്താൻ സാധിക്കാൻ തക്കവണ്ണമുള്ള ശമ്പളത്തോടു കൂടിയതായുള്ള സാഹചര്യങ്ങളായതുകൊണ്ട് സർവാത്മന സ്വീകരിക്കുവാനും ഇടയുണ്ട്. ഇതാണ് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.